ഈ പ്രസ്ഥാനത്തെ ഈ ശിർക്കിന്റെയും സെഹറിന്റെയും സങ്കര സൊസൈറ്റിയായി കാലാന്തരത്തിൽ വളരെ കുറഞ്ഞ കാലം കൊണ്ട് ജൂതന്മാരും ക്രിസ്ത്യാനികളും മാറി. അതുകൊണ്ടാണ് ജൂതന്മാരെയും ക്രിസ്ത്യാനെ പറ്റികളെയും പരിശുദ്ധ ഖുർആൻ ബഅ്ദുഹും ഔലിയാഉ ബഅദ്, അവർ തമ്മിൽ സഹായിക്കുമെന്ന് പറയുന്നത്. ഒരിക്കലും അവർ സഹായിക്കാൻ പാടില്ലല്ലോ, പക്ഷെ അവർ സഹായിച്ചു. എന്തുകൊണ്ട്? ഒരിക്കലും. കാരണം സയ്യിദുനാ ഈസ അലൈഹിസ്സലാത്തു വസ്സലാം വരുമ്പോൾ ഏറ്റവും ശല്യം ഉണ്ടാക്കുന്നത് ജൂതന്മാരെ. അത് ഖിയാമത്ത് നാൾ വരെ ക്രിസ്ത്യാനികളും ജൂതന്മാരും തമ്മിൽ ഒരിക്കലും യോജിക്കാൻ പാടില്ല. എന്നാൽ ഇന്ന് ജൂത ക്രൈസ്തവ സമൂഹം ഭയങ്കര സങ്കലനാണ്. എല്ലാം അമേരിക്ക ജൂതരാഷ്ട്ര, അപ്പോൾ തന്നെ ക്രൈസ്തവ രാഷ്ട്ര. ബ്രിട്ടൻ രണ്ടുകൂട്ടർക്കും അധികാരമുള്ള രാഷ്ട്ര. ഇസ്രായേൽ രണ്ടുകൂട്ടരും സഹായിക്കുന്ന രാഷ്ട്ര. ഡോളറിന്റെ ഞാൻ പറഞ്ഞില്ലേ, ഡോളറിന്റെ നടുവിൽ കണ്ടില്ലേ ത്രികോണം, ഒരു കണ്ണുമാണ്. എന്താ ത്രികോണം? ത്രികോണം കണ്ടോ? ഇതാണ് ഇസ്രായേൽ പതാകയുടെ ചിഹ്നം. മനസ്സിലായില്ല? രണ്ട് ത്രികോണം, ത്രികോണം ത്രിമൂർത്തി. അത് ഡോളറിലെത്തിയപ്പോ ത്രികോണമുണ്ട്. ത്രികോണത്തിന്റെ മുകളിൽ ഒരു ഒറ്റക്കണ്ണുണ്ട്, ഒരു പ്രകാശ വലയത്തിന്റെ ഒറ്റക്കണ്ണ്. ഒറ്റക്കണ്ണ് ഞാൻ പറഞ്ഞു ഫിറാവിന്റെ അവിടെ ഉണ്ട്, സിന്ധിലുണ്ട്, ഇവിടെയുണ്ട്. ത്രികോണം സാബികളിലുണ്ട്, ഗ്രീക്ക് ദേവന്മാരിലുണ്ട്, ബാബിലോണിയൻ ദേവന്മാരുണ്ട്, ത്രിമൂർത്തികൾ ഇവിടെയുണ്ട്. ഇതന്നെ ഇസ്രായേലി പതാകയുടെ പുറത്ത് രണ്ട് ത്രികോണ, ഒന്ന് മുകളിലേക്ക് ഒന്ന് താഴേക്ക്. എന്താ ഇതിന്റെ വ്യാഖ്യാനം എന്നറിയോ? ഇസ്രായേൽ പതാകയുടെ പുറത്തുള്ളത് മുകളിലേക്കുള്ള, മുകളിലൊന്നും വിചാരിക്കരുത് റമളാൻ നോമ്പ് നോറ്റാണോ ഈ പറയുന്നത് വിചാരിക്കരുത്. അവരുടെ പണ്ഡിതന്മാർ അതിന് നൽകുന്ന വ്യാഖ്യാനം, മുകളിലേക്കുള്ള ത്രികോണം ഉദ്ധരിച്ചു നിൽക്കുന്ന പുരുഷ ലിംഗത്തിന്റെ അടയാളമാണ്. താഴേക്കുള്ള ത്രികോണം യുവതിയായ ഒരു പെണ്ണിന്റെ ലൈംഗികാവയവത്തിന്റെ പ്രതീകമാണ്. ലോകത്ത് ബ്ലൂ ഫിലിമിന് വേണ്ടി ഒരു രാജ്യമുള്ളത് ഇസ്രായേലാണ്. സെക്സ് ആണ് ഇതിന്റെ അടിസ്ഥാനം. ഫ്രീ സെക്സ്, എവിടെയും സെക്സ്, നട്ടപ്പാതിരക്കും പച്ചപ്പകലും ജിഹാറൻ, എവിടെയും സെക്സ് വന്നാലേ ഇവരെ രാജാവ് ഇറങ്ങി വരും മുത്ത റസൂൽ പറഞ്ഞിട്ടുണ്ട്. വളരെ വേണം പിന്നെ കൊന്നാണ്. സെക്സിന് വേണ്ടി ഒരു രാജ്യം ഇസ്രായേലാണ്. ബൈത്തുൽ മുഖദ്ദസിന്റെ പരിസരത്ത് ഞങ്ങൾ റൂമെടുത്ത്, അവിടെയാണ് എന്തൊക്കെയാണെന്ന് അറിയാനെന്ന ഒരാളൊന്ന് തുറന്നു ബൈത്തുൽ മുഖദ്ദസിലേക്ക് വന്നതാ. ഞങ്ങള് പിറ്റേന്ന് രാത്രി നേരത്തെ എത്താൻ അവര് ബോർഡറിൽ തടഞ്ഞിട്ട് എത്തിയില്ല, കുറച്ച് നേരം വൈകിയ എത്തിയത്. അപ്പൊ ഒരാൾ വന്നപ്പോ കൂട്ടത്തിൽ ഒരാൾ എന്ത് ചെയ്ത് ചാനലൊന്ന് തുറക്കണ തന്നെ തുണിയില്ലാത്ത പെണ്ണുങ്ങൾ, ഒരു തുണിയില്ല. ബൈത്തുൽ മുഖദ്ദസിന്റെ തൊട്ടപ്പുറത്തെ ലോഡ്ജ്, ബൈത്തുൽ മുഖദ്ദസിന്റെ തൊട്ടപ്പുറത്തെ ലോഡ്ജ്, ചാനലാണ് തുറന്നാൽ തുണിയില്ലാത്ത പെണ്ണുങ്ങൾ. എന്തുകൊണ്ട്? സെക്സ് സാർവത്രികമാകണം. ഇനി സെക്സ്, ഏത് സെക്സ്? ഫ്രീ. അമേരിക്കയിലും യൂറോപ്പിലുമുള്ള ഇന്നുള്ള പുതിയ തലമുറയിൽ 90% വ്യഭിചാരത്തിന് മക്കളാണ്. എന്നാ അവരെ അച്ഛനും അമ്മയും വിവാഹം ചെയ്യൂലേ? വിവാഹം ചെയ്യും, കുട്ടികളുണ്ടായിട്ട്. ഏറ്റവും വലിയ പടച്ചോന്നല്ലേ മർഡോണയെ പറയാം. മർഡോണയെ പെണ്ണുങ്ങളെ കല്യാണം കഴിക്കുന്ന സമയത്ത് മർഡോണയുടെ കുട്ടിക്ക് 3 വയസ്സാണ്. കല്യാണത്തിന് വന്നവർക്ക് വെള്ളം കൊടുത്ത കുട്ടിയാ. പുറത്തു പറയണ്ട. ഗോഡ പടച്ചോന. അർജന്റീന ഇസ്രായേലിനെ പിന്താങ്ങുന്ന രാജ്യമാണ്. ബ്രസീൽ ഇസ്രായേലിനെ പിന്താങ്ങുന്ന രാജ്യമാണ്. പോർച്ചുഗൽ ഇസ്രായേലിനെ പിന്താങ്ങുന്ന രാജ്യമാണ്.